Dear students, welcome. We are going to discuss 8th standard chapter cubes and cube roots. Okay, last chapter was the square and square root. This chapter is cubes and cube root. We want to find cube, then we want to find the cube root of that number. That is, chapter we number and a cube, the cube root. അപ്പോൾ ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ക്യൂബ് കിട്ടും. എക്സാമ്പിൾ ക്യൂബ് നമ്മൾ കാണുന്നത് കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ ക്യൂബ് നമ്മൾ എഴുതുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബ് എന്ന് എഴുതുന്നത് ആ നമ്പർ ഇപ്പൊ എ എന്നുള്ള ഒരു നമ്പർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. എയുടെ ക്യൂബ് എന്നുള്ളത് എനെ കണ്ടിട്ട് ഇവിടെ 3 നിട്ടാൽ എന്താ വായിക്കുന്നത് എ ക്യൂബ് എന്നാണ്. ബ്രാക്കറ്റ് നിർബന്ധമില്ല, ഇങ്ങോട്ട് വായിക്കുന്നത് എന്താണ് എ ക്യൂബ്. അപ്പോൾ 1 ക്യൂബ് എന്നതിന്റെ ആൻസർ എന്തായിരിക്കും 1 into 1 into 1. What is 1 into 1 into 1? That is 1. ഇപ്പൊ 2 ക്യൂബിന്റെ ആൻസർ എന്ത് വരും? 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 into 2. What is 2 into 2 into 2? 8. തന്നെയാണ് നമുക്ക് വരിക 3 ക്യൂബ്. What is 3 ക്യൂബ്? 3 into 3 into 3. What is 3 into 3 into 3? 9, 27. ഇങ്ങനെ നമ്മൾ ക്യൂബുകൾ നമ്മൾ കുറച്ച് പഠിക്കും. അതേപോലെ 4 ക്യൂബ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. 5 ക്യൂബ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 125 കിട്ടും. 6 ക്യൂബ് ആണെങ്കിലോ 216 കിട്ടും. ഇങ്ങനെ നമ്മൾ ക്യൂബുകൾ പഠിക്കും. ഇനി എന്താണ് ക്യൂബ് റൂട്ട്? ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് കാണുന്നത് ഇതിൽ സിമ്പിൾ ആണ്. നമ്മൾ ക്യൂബ് റൂട്ട് നോക്കൂ, എങ്ങനെയാണ് ക്യൂബ് റൂട്ട് എന്ന് എഴുതാം. ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതിട്ടാ വായിക്കുക എന്താണത് ക്യൂബ് റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. എക്സാമ്പിൾ, നിങ്ങൾക്ക് 125ന്റെ ക്യൂബ് റൂട്ട് ആണ് കാണുന്നതെങ്കിൽ 125 ഇടും. സാധാരണ വെറും റൂട്ട് മാത്രം ചിന്ത വായിക്കുന്നതിന് സ്ക്വയർ റൂട്ട്, അതായത് 125 കിട്ടാൻ ഏത് 2 നമ്പറുകളാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 3 ഇട്ട് എന്താ വായിക്കുക? ഈ 125 കിട്ടാൻ ഏത് 3 നമ്പർ ഒരേപോലത്തെ ഏത് 3 നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണ് ഇതിന്റെ ആൻസർ? 5 ആണ്. കണ്ടോ, 5 into 5 into 5 ആണ് 125. സോ നമുക്ക് പറയാൻ പറ്റും ക്യൂബ് റൂട്ട് ഓഫ് 125 is 5. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 8 കിട്ടാൻ ഏത് നമ്പറുകളെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 2 into 2 into 2. സോ ആൻസർ ഈസ് 2. അതുപോലെ തന്നെ ക്യൂബിക് റൂട്ട് ഓഫ് 27ന്റെ ക്യൂബിക് റൂട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3 ആണ്. ഇതാണ് ക്യൂബും ക്യൂബ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ക്യൂബ് എന്നുള്ളത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യും? 3 തവണ മൾട്ടിപ്ലൈ ചെയ്യും. 1 number into 1 number, that number. ഇനി ക്യൂബ് റൂട്ട് പറഞ്ഞാൽ ആ നമ്പർ കിട്ടാൻ ഏത് നമ്പറെയാണോ നമ്മൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തത് അതാണ് അതിന്റെ ക്യൂബ് റൂട്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസിക്കും അതുപോലെ തന്നെ പെർഫെക്റ്റ് ക്യൂബ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെർഫെക്റ്റ് ക്യൂബ്. എന്താണ് പെർഫെക്റ്റ് ക്യൂബ്? ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പൊ 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. വൈ 36 is a perfect square? Because 6 into 6 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടുന്നുണ്ട്. എന്നാൽ 42 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഒരേപോലത്തെ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 42 കിട്ടില്ല. 6 into 7 ആണ് 42. 6 ഉം 7 ഉം ഡിഫറെന്റ് ആണ്. സോ 42 is not a perfect square, but 36 is a perfect square. Is 25 is a perfect square? Yes, 25 is a perfect square. The reason is 5 into 5 is 25. So same way we are finding the perfect cube. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരേപോലത്തെ 3 നമ്പറുകൾ അല്ലേ, ഒരേപോലത്തെ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണോ എങ്കിൽ അത് എന്തായിരിക്കും? പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. ഡെഫിനിഷൻ നോക്കൂ. ഇഫ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എനി നമ്പർ, ഒരു നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടർ ചെയ്യാം. ഈച്ച് ഫാക്ടർ അപ്പിയേഴ്സ് 3 times. ഓരോ ഫാക്ടറും അപ്പിയേഴ്സ് 3 times. 3 തവണ വരണം. ഒരു ഫാക്ടർ വന്നാൽ ആ ഫാക്ടർ എത്ര തവണ വരണം? 3 തവണ വരണം. അല്ലെങ്കിൽ 6 തവണ, അല്ലെങ്കിൽ 9 തവണ. 3 തവണ വന്നാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താണ്? 8 എന്നുള്ള നമ്പർ എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യും? 8നെ പ്രൈം ഫാക്ടർ ചെയ്യണം. 8 നിങ്ങൾ ചെയ്യും 2 times പോവും 4, വീണ്ടും 2 times പോവും 2. ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8ന്റെ പ്രൈം ഫാക്ടർ ആയ 2 എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 1 time, 2 time, 3 time. സോ 8 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 216 ഇതേപോലെ നിങ്ങൾ പ്രൈം ഫാക്ടർ ചെയ്യുക. 216നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 2നെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108. വീണ്ടും ചെയ്യാണ് നിങ്ങൾ 54. വീണ്ടും ചെയ്യുന്നു 27. ഇനി 3 കൊണ്ടാ പറ്റുക. 3 9 times, again 3 times. ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്തു? 3 times റിപ്പീറ്റ് ചെയ്തു. 3 എത്ര തവണ വന്നു? 3 തവണ വന്നു. അതുകൊണ്ട് 2, 3 ഇതിന്റെ ഫാക്ടറുകൾ വരുന്നത്. 2ഉം 3 തവണ റിപ്പീറ്റ് ചെയ്തു, 3ഉം 3 തവണ റിപ്പീറ്റ് ചെയ്തു. സോ ഇതെന്താണ്? പ്രൈം ഫാക്ടർ ആണ്. വേറൊരു നമ്പർ നിങ്ങൾ എടുക്കണം. 128 എന്നുള്ള നമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്യണം. 128ന് നിങ്ങൾ ഇതേപോലെ പ്രൈം ഫാക്ടർ ചെയ്യണം. 2 കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 64. വീണ്ടും 2 കൊണ്ട് ചെയ്യുകയാണ് 32. വീണ്ടും 2 കൊണ്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എത്ര കിട്ടും? 16. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 8. then with 2 4, then with 2 2. ഇനി ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾ നോക്കുക 3 2, വീണ്ടും 3 2. ഈ 2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇവിടെ. അതിന് കൂട്ടില്ല, 2 എണ്ണം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല? 120 ഈസ് നോട്ട് എ
പെർഫെക്റ്റ് ക്യൂബ്. എന്തുകൊണ്ടാണ്? നമുക്ക് മൂന്നെണ്ണമുള്ള മൂന്നെണ്ണമുള്ള ഒരു ജോഡിയൊക്കെ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എന്തല്ല, പെർഫെക്റ്റ് ക്യൂബ് അല്ല. പെർഫെക്റ്റ് ക്യൂബ് ആണെങ്കിൽ അതിനെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ഫാക്ടറും എത്ര മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ലെവലിലാണ് വരിക. ഒന്നെങ്കിൽ 3, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 9, ഓരോ ഫാക്ടറുകളും. അങ്ങനെ വന്നില്ലെങ്കിൽ അത് എന്തല്ല, പ്രൈം ഫാക്ടർ അല്ല. എനിക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Dear students, look exercise 7.1 first question, which of the following numbers are not perfect cubes? പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്ത നമ്പറുകൾ ഏതാണെന്നുള്ളതാണ് എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1000 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിനെ അങ്ങനെ പ്രൈം ഫാക്ടർ ആക്കി മാറ്റാം. പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യും 500, വീണ്ടും 2 കൊണ്ട് ചെയ്യും 250, again with 2 125, with 5 25, with 5 25. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓരോന്നും 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. 3 2കൾ ഉണ്ട് അല്ലെ? ഇതാണ് 3 2 വന്നു. പിന്നെ നോക്കൂ 3 5 വന്നു. അപ്പൊ ഇത് എന്താണ്? ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ക്യൂബ്. നമ്മൾ 1000 ഇസ് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണ്. 100 ആണ്. 100 നിങ്ങൾ നോക്കുമ്പോൾ ചെയ്തു. 100 നോക്കുമ്പോൾ 2 ആണുള്ളത്. എത്ര എണ്ണം നമുക്ക് വേണം? മിനിമം 3 എണ്ണം വേണം. അതുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ 5ഉം 2 തവണ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അതുകൊണ്ട് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46656. കുറച്ച് വലിയൊരു പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. നമ്മൾ 2 കൊണ്ട് ചെയ്യും. അങ്ങനെ ചെയ്തു വരികയാണ്. നിങ്ങൾ വീഡിയോ സ്ലോ ആക്കിയിട്ടോ പോസ് ചെയ്തിട്ടോ നിങ്ങൾ നോക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കൂ എന്താ സംഭവിക്കുന്നത്. 2 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഇതാ ഒരു 3 എണ്ണം, വീണ്ടും ഒരു 3 എണ്ണം, ഇനി 3 എണ്ണം വരുന്നത് കേട്ടോ. 3 എണ്ണം വന്നു. പിന്നെ എത്ര എണ്ണം വന്നത്? 3 എണ്ണം വന്നു. അപ്പൊ എത്ര എണ്ണം കിട്ടുന്നത് നമുക്ക്? ഒന്നുപോലും 3 എണ്ണം ഇല്ലാത്തതില്ല. ആദ്യം 2 3 എണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു, വീണ്ടും 2 വരുന്നുണ്ട്, അതിന് നമ്മൾ 3 എണ്ണത്തിന്റെ ഗ്രൂപ്പാക്കി തിരിച്ചു, പിന്നെ 3 വരുന്നുണ്ട്, അതിനെ നമ്മൾ തിരിച്ചു, വീണ്ടും 3 വരുന്നുണ്ട്, അതിനെ തിരിച്ചു. അപ്പൊ ഇത് എന്താ നമ്പർ ആണോ? ഇറ്റ്സ് എ പെർഫെക്റ്റ് ക്യൂബ്. യെസ്, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കുന്നത്. ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്തിട്ട് ഓരോ ഫാക്ടറും എത്ര തവണ വരണം? 3 തവണയെങ്കിലും മിനിമം വരണം. 4 തവണ വരാൻ പറ്റില്ല. 3ന്റെ മൾട്ടിപ്പിൾസിലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? പെർഫെക്റ്റ് ക്യൂബ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Look the second question. Second question is find the smallest number multiplied with the given numbers to make it a perfect cube. അതായത് ഈ നമ്പർ തന്നിരിക്കുന്ന കുറച്ച് നമ്പർ ഉണ്ടോ നിങ്ങൾ? 243, 256, 72, 675. ഇതിനൊക്കെ ഏത് ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായി മാറുക? പെർഫെക്റ്റ് ക്യൂബായി മാറുക എന്നാണ്. സ്മോളസ്റ്റ് നമ്പറാണ് കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിനും നിങ്ങൾ പ്രൈം ഫാക്ടർ ചെയ്യണം. അപ്പൊ 243 പ്രൈം ഫാക്ടർ ചെയ്യാണ്. 3 കൊണ്ട് ചെയ്യും 81, വീണ്ടും 3 കൊണ്ട് 27, again with 3 9, with 3 3 3 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ഒക്കെ ഏതിനാണോ അങ്ങനെ 3 എണ്ണം വരാത്തത് അത്രയും നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ 3 3s, ഓക്കെ, അത് ഒരു ഗ്രൂപ്പായി, അത് ഓക്കെയാണ്. ഇനി 2 3, ഒരു 3 കൂടി നമുക്ക് വേണ്ടേ? ഒരു 3 കൂടി ഉണ്ടെങ്കിൽ എന്തായിരുന്നു? 243 into 3 ആണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? സ്മോളസ്റ്റ് നമ്പർ ഈസ് 3. സോ വാട്ട് ഈസ് ആൻസർ? 3. എന്താ വേണ്ടത്? ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? വി വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് 3. ഇനി ഇവിടെ നോക്കൂ 256 നമ്മൾ ചെയ്യാണ്. 2 കൊണ്ട് ചെയ്യും 128, again with 2 64, with 2 32, with 2 16, with 2 8, with 2 4, with 2 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാം 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ്. ഇത് 3 എണ്ണം ഒരു ഗ്രൂപ്പ്, ഇത് 3 എണ്ണം ഒരു ഗ്രൂപ്പ്. കണ്ടോ, ഇവിടെ 2 എണ്ണം ഉള്ളൂ. ഇനി ഇപ്പൊ ഏത് നമ്പറാണ് നമുക്ക് ആവശ്യമുള്ളത്? ഒരു 2 വേണം. സോ വി വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് 2. നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് ചെയ്യണം. അടുത്തത് 72 ആണ്. 2 കൊണ്ട് ചെയ്തു 36, with 2 18, with 2 9 3 3. അപ്പൊ നോക്കൂ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2 3 എണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പ് ആക്കി. പക്ഷെ 3 എന്നുള്ള നമ്പറിന് 2 എണ്ണം ഉള്ളൂ, ഒരു 3ന്റെ കുറവുണ്ട്. സോ വി വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് 3. 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് 675 ആയിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് 5 ആണ് കിട്ടുന്നത്. അപ്പോൾ 3 5കൾ ഒരു ഗ്രൂപ്പ്. ഇനി ഒരു 5 ഉള്ളൂ. ഇനി എത്ര 5 നമ്മൾ വേണം? 2 5ഉം കൂടി വേണം. സോ വി വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് 5 into 5, ദാറ്റ് ഈസ് വി വാണ്ട് ടു മൾട്ടിപ്ലൈ വിത്ത് 25. നമുക്ക് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ 675 നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൈം ഫാക്ടർ ചെയ്യാം. പ്രൈം ഫാക്ടർ ചെയ്തതിനു ശേഷം 3 എണ്ണത്തിന്റെ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുക. ഏതിനാണോ 3 എണ്ണം ഇല്ലാത്തത് അത്രയും നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ആ നമ്പറാണ് ഇതിന്റെ ആൻസർ. Hope it's clear. Okay, move to the next question. Okay students, next question, find the smallest number. We want to divide these numbers to make it as a perfect cube. ഈ നമ്പറുകളൊക്കെ നമ്മൾ ഏത് ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പെർഫെക്റ്റ് ക്യൂബ് ആയിട്ട് മാറുക എന്നുള്ളത് നോക്കൂ. 81 നിങ്ങൾ പ്രൈം ഫാക്ടർ ചെയ്യുക. വിത്ത് ഏതുകൊണ്ട് ചെയ്യാൻ പറ്റുക? 3 എത്ര തവണ പോകും? 27, again with 3 9, again with 3 3,
വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3 എണ്ണത്തിന്റെ ഗ്രൂപ്പുകളൊക്കെ കേട്ടോ. ഇവിടെ 3 എണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പ് വന്നു, ഈ 3 വരെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം. ഇതിനെ ഈ 3 അങ്ങോട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ 3 എണ്ണത്തിന്റെ മാത്രമുള്ള ഗ്രൂപ്പ് ആയിരിക്കും ഇത് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. സോ യു വാണ്ട് ടു ഡിവൈഡ് 81 വിത്ത് 3 ടു മേക്ക് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. നിങ്ങൾ എന്ത് ചെയ്യണം? 81 3 കൊണ്ടായിരുന്നു നിങ്ങൾ ഡിവൈഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 128. അത് ഞാൻ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇനി ഇതേ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? 3 എണ്ണത്തിന് ഗ്രൂപ്പുകളാക്കണം. ഈ 2 എന്നുള്ളത് 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് വന്നു, വീണ്ടും ഇവിടെ വന്നു, ഇവിടെ ബാക്കി നിൽക്കുന്നത് ഈ 2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ 2 ഒഴിവാക്കണം. സോ യു വാണ്ട് ടു ഡിവൈഡ് 128 വിത്ത് 2 ടു മേക്ക് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ക്യൂബ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 135. ഇവിടെ 3 എന്നുള്ള നമ്പറിന് 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ആക്കാം. ഇവിടെ ഏതാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇതായി 5 ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇവിടെ. സോ യു വാണ്ട് ടു ഡിവൈഡ് 135 വിത്ത് 5 ടു മേക്ക് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 192 ആണ്. ഇതാ 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് വന്നു, ഇവിടെ 3 എണ്ണത്തിന്റെ ഗ്രൂപ്പ് വന്നു, ഏതാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? 3 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. സോ വി വാണ്ട് ടു ഡിവൈഡ് 192 വിത്ത് 3 ടു മേക്ക് ഇറ്റ് ആസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏതാണോ 3 എണ്ണം ആക്കാൻ പറ്റാത്തത് അതിനെ നിങ്ങൾ ഒഴിവാക്കുക. ഇപ്പൊ സപ്പോസ് ഇവിടെ 2 രണ്ടുകളുണ്ട്, 2 രണ്ടിനെ ഒഴിവാക്കേണ്ടി വരും. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എക്സസൈസിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റുഡൻസ്, ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പരീക്ഷക് മേക്സ് എ ക്യൂബോയിഡ് ഓഫ് സൈഡ് 5 cm, 2 cm, 5 cm. ഹൗ മെനി സച്ച് ക്യൂബോയിഡ് ഹി നീഡ് ടു മേക്ക് എ ക്യൂബ്? അപ്പൊ എന്താ ക്യൂബും ക്യൂബോയിഡും ഡിഫറൻസ്? ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പലൊക്കെ വാങ്ങില്ലേ, അപ്പൊ നമുക്ക് കിട്ടുതരുന്ന പെട്ടിക്കാണ് എക്സാമ്പിൾ ആണെന്ത്? ആ പെട്ടിയാണ് എക്സാമ്പിൾ, ക്യൂബോയിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഇതിന് ലെങ്ത് ഉണ്ടായിരിക്കും, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഉണ്ടായിരിക്കും. അതാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലെങ്ത്, സെക്കൻഡ് വൺ ബ്രെഡ്ത്ത്, തേർഡ് വൺ ഈസ് ദ ഹൈറ്റ്. ഇങ്ങനത്തെ പെട്ടികൾ അടുക്കി വെച്ചിട്ട് ക്യൂബോയിഡ് ഉണ്ടാക്കണം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റുബിക്സ് ക്യൂബ്, അതുപോലെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോഴുള്ള ഡൈ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ക്യൂബോയിഡിന് എക്സാമ്പിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്താ? ക്യൂബിന് എക്സാമ്പിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും. ഇത് 10 ആച്ച എല്ലാ ഇതായിരിക്കും, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ക്യൂബോയിഡിന്റെ ഡയമെൻഷൻ എത്രയാണ്? 5 cm ഇൻറ്റു 2 cm ഇൻറ്റു 5 cm. നിങ്ങളുടെ ചോദ്യം, ഇങ്ങനത്തെ എത്ര ക്യൂബോയിഡ് അടുക്കി വെച്ചാണ് ഒരു ക്യൂബ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾ ചെയ്താൽ മതി, ഇതിനെ ക്യൂബ് ആക്കാൻ ഇനി എന്ത് വേണം? ഇവിടെ ഓൾറെഡി 2 5 ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു 5 കൂടി വേണം. ഒരു 2 ഉള്ളൂ, ഇനി എത്ര 2 വേണം? 2 2 കൂടി വേണം. So what is answer? 5 into 2 into 2, 5 into 2 10, 10 into 2 20. You need 20 cuboid. You need 20 cuboid to make this one is a cube. So how many such cuboid will he need to form a cube? 20 cuboid he need to make a cube. This is the end of this exercise. Okay, hope it's clear. Thank you.